ഇപ്പോൾ റഷ്യ എടുത്തിരിക്കുന്ന നിലപാട് വളരെ കടുത്ത നിലപാടാണ്. യുദ്ധത്തിൽ ഒരു കോംപ്രമൈസിന്റെ ആവശ്യമേ ഇല്ല. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഉടമ്പടി അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ. അതായത് സമ്പുഷ്ടീകരണ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് ആർക്കും തടയാൻ കഴിയില്ല. എന്ത് രീതിയിലുള്ള ചർച്ചയ്ക്കും ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അപൂർവ സാഹചര്യത്തിലാണ്. എന്നിരുന്നാലും സ്വന്തം കസേര ഇളകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡൊണാൾഡ് ട്രംപും കാര്യങ്ങൾ വളരെ വ്യക്തമായി അപഗ്രഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നത്. നിക്കോളസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയി ആ രാജ്യത്തെ മുൾമുനയിൽ നിർത്തി. സത്യത്തിൽ അമേരിക്കയുടെ ഈ ഏകഛത്രാധിപത്യ നിലപാടുകളെ ചോദ്യം ചെയ്യാതെ അതിനെ പ്രകീർത്തിക്കുകയോ അതിനെ നിശബ്ദമായി കണ്ണടച്ച് അംഗീകരിക്കുകയോ ചെയ്യുന്നതിനെതിരെ ഇറാൻ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. പെന്റഗൺ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെയാണ് രഹസ്യാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ഷെല്ലാക്രമണവും അതുപോലെ തന്നെ അതീവ രഹസ്യമായിട്ടുള്ള അറ്റാക്കിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നതൊന്നും വ്യക്തമല്ല. ഞങ്ങൾ യുദ്ധമുഖത്തു നിന്നും പിന്മാറാനുള്ള ഒരു സാഹചര്യവും അണിയറയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല എന്ന് ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാൻ വളരെ വ്യക്തമായി പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.